അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പാപ്പനും പിള്ളേരും സ്ക്രീനിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, തിയേറ്ററിൽ കിടന്ന് അലച്ചിട്ട് എന്നെ തൊണ്ട പോയിരിക്കുകയാണ്. പിന്നെ അഥവാ എൻ്റെ വായിന്ന് സ്പോയിലറായിട്ട് എന്തെങ്കിലും വന്നാൽ അതിന് ഇപ്പോഴൊരു ജാമ്യം എടുത്തേക്കാണ്, സ്പോയിലർ അലേർട്ട്. സിനിമയുടെ ഓവറോൾ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ കണ്ണും പൂട്ടി ഉറപ്പിച്ച് പറയാൻ കിട്ടില്ല സിനിമ. ഞാൻ സിനിമ കണ്ടിറങ്ങി നേരെ വീട്ടിലോട്ട് വന്ന് ഉടനെ തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഉണ്ട്. ഒരു രക്ഷയില്ല. ആ സിനിമ എന്തായിരുന്നു അവരത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും. സിനിമയുടെ സീൻസ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സിനിമയുടെ പോക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സിനിമ തുടങ്ങുന്നത് തന്നെ ആ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ആട് 1-ലും 2-ലും ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം തന്നെ മറ്റൊരു ടൈം ലൈനിൽ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രസന്റിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഓരോരുത്തരുടെ ഇൻട്രോ അതൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ നമ്മുടെ അബുവിന്റെ ഇൻട്രോയും പാപ്പന്റെ ഇൻട്രോ ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ ക്ലീറ്റസ് അല്ലെങ്കിൽ ധർമ്മജന്റെ ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലൊക്കെ ഉള്ളത് തന്നെ ഇല്ലേ, അത് തന്നെ അവർ ഓരോ ഇന്റർവ്യൂവിലും പറഞ്ഞു തന്നെയാണ് സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീറ്റസ് കാണിച്ച ആ മണ്ടത്തരം കാരണം ഫസ്റ്റ് ഹാഫിന്റെ കുറെ ഭാഗം അങ്ങനെ അങ്ങ് പോകും. എന്ന് വെച്ചാൽ ലാഗാവുന്നല്ല പറഞ്ഞ നല്ല കോമഡി അതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തിരിച്ചു മറിയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം തട്ടിമുട്ടി പോകുന്നുണ്ട്. എനിക്ക് വർക്ക് ആവുന്നത് അവിടെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ ലാഗ് ഉണ്ടെന്നല്ല, ഞാൻ ഉദ്ദേശം എന്തോന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് പാപ്പനെയും ടീമിനെയും ഡ്യൂഡിന്റെയും ടീമിനെയും എല്ലാവരും നമുക്ക് നന്നായിട്ട് അറിയാം. പഴയ കാലഘട്ടത്തിലെ ആൾക്കാരെയൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് അവരുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിന്റെ ഇടയ്ക്ക് കൂടി പ്രസന്റും കൂടെ കാണിച്ച് പോകുന്നുമുണ്ട്. എന്നാലും ആ പാസ്റ്റിലെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് കുറച്ചുകൂടെ ഒക്കെ ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നന്നായി പോയി. എങ്കിലാണെങ്കിൽ പ്രസന്റിലുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും സിനിമയ്ക്ക് ലാഗെന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാക്കി തന്നില്ല. പാസ്റ്റും പ്രസന്റും കാണിച്ച് പോകുന്നുണ്ട്. അതൊരു ബോറായിട്ട് തോന്നിയതേ ഇല്ല. പക്ഷെ അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെടാൻ ഒരേ ഒരു കാര്യമുള്ളൂ, ഈ സുൽത്താന്റെ പാട്ടുണ്ടല്ലോ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തത്. അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥയിലെ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സീനൊക്കെ മൊത്തത്തിൽ കാണിക്കണമായിരുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്, ഇനി അതിനെ പിടിച്ചൊന്നും കയറല്ലേ. അങ്ങനെ പാസ്റ്റും പ്രസന്റും കാണിച്ച് ഫസ്റ്റ് ഹാഫ് എത്തുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പ്രസന്റിലുള്ള ക്യാരക്ടേഴ്സിനെ പോലാണ് പാസ്റ്റിലുള്ളത് പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ പാസ്റ്റിലുള്ള ഡ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ സുൽത്താൻ, നമ്മുടെ ഡ്യൂഡൊക്കെ ഇവിടെ കിടന്ന് പൊട്ടത്തരം കാണിക്കുന്ന പോലെ നമ്മുടെ സുൽത്താൻ ഒരൊറ്റടുത്ത് പോലും പൊട്ടത്തരം കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ ഇതിനകത്ത് ടെറർ ആയിട്ടാണ് വരുന്നത്. അതുവരെ നമ്മുടെ ഡ്യൂഡിനെ കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് വരുമ്പോൾ സുൽത്താനെ കാണിച്ച് നമ്മുടെ ഡ്യൂഡിനെ കാണിച്ചില്ല. അങ്ങനെ ഇന്റർവെല്ലിൽ കഴിഞ്ഞ് സിനിമ തുടങ്ങിയപ്പോൾ ഡ്യൂഡിനെ കാണിച്ചു തുടങ്ങി. സത്യം പറയാലോ, ഡ്യൂഡിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വിഷമം വരും. പിന്നെ ഇവിടെ തൊട്ട് സിനിമയുടെ ആ മെയിൻ പ്ലോട്ടിലോട്ട് സിനിമ കടക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഗ്രാഫ് പോലെ കൂടിയും കുറഞ്ഞായിരുന്നു നിന്നോണ്ടിരുന്നേ. ഈ സിനിമ എന്തോടെ ഇങ്ങനെ പോകുന്നത് നോക്കുമ്പോൾ ഒരു ഹൈ മൊമെന്റ് വരും. ഹൈ മൊമെന്റ് കുറെ നേരം പൊക്കോണ്ടിരിക്കുമ്പോൾ തോന്നുന്നു പിന്നെയും താഴ്ന്നു വരും. പക്ഷേ ഈ ഡ്യൂഡിനെ കാണിച്ചിട്ടുണ്ടല്ലോ സെക്കൻഡ് ഹാഫ്, അവിടെ നിന്നൊരു സിനിമ ആ ഗ്രാഫിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ സിനിമ താന്നിട്ടേ ഇല്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്. ഡ്യൂഡിന്റെ ഒരു കംബാക്ക് ആയിട്ട് വരുന്ന ഒരു സീനുണ്ട്. കിട്ടില്ലവായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കെങ്ങാണ് ആ പാസ്റ്റ് വന്ന് പിന്നെ അങ്ങോട്ട് സിനിമ ഹൈ മൂവ്മെന്റിലാണ് പൊക്കോണ്ടിരുന്നത്. സിനിമ എന്തായാലും കയറി കൊളുത്തിയിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രി ഇട്ടൊന്നും അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സിനിമ എന്തായാലും നല്ലൊരു കളക്ഷൻ തൂക്കിയിരിക്കും. ഇനി പലരും കമന്റ് ചെയ്യാൻ വരും ഇനി ക്ലൈമാക്സും കൂടെ എന്നാ പറയാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ ഞാൻ ഒത്തിരി സ്പോയിലർ തന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇതിനകത്തുള്ള മെയിൻ കാര്യങ്ങളെ പറ്റി ഒരു സ്പോയിലറും തന്നിട്ടില്ല. ഇതിന്റെ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇതിന്റെ അടുത്ത പാർട്ട് എന്തായാലും കാണണം. സിനിമ എന്തായാലും എനിക്ക് വർക്കായി. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു സാധനത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പോകുന്നത് സിനിമ. പിന്നെ ആ പാലത്തിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ചെറിയൊരു ആരാധന തോന്നി കേട്ടോ. ഞാൻ 1:10 ഷോ കണ്ടു. 4 മണിയായപ്പോൾ ഷോ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടും വന്നു. റിവ്യൂ ഉടനെ ഇടുകയാണ്. സമയം ഇപ്പോൾ ഒത്തിരിയും വൈകിയെന്ന് പറയാം. ഇപ്പോൾ 7 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പോൾ റെക്കോർഡിംഗ് നടക്കുമ്പോൾ രാവിലെ എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ റിവ്യൂ ഇടാൻ പറ്റാഞ്ഞത്. നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഈ പറഞ്ഞതൊന്നും കൂടാതെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് സിനിമയിൽ. അതിൽ സിനിമ ടൈം ട്രാവൽ ആണോ അല്ലയോ നല്ല ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ഒന്നും സ്പോയിലർ ആക്കിയിട്ടേ ഇല്ല. ഇതിന്റെ മെയിൻ പ്ലോട്ട് വെച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഈ റിവ്യൂ ചെയ്തേക്കുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അടിപൊളി സിനിമയാണ്, മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസ് കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.